ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയെടുത്ത പൈസ ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കളയേണ്ടതാണോ? നമ്മൾ കഷ്ടപ്പെട്ട് അപ്പുറത്ത് ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പണിക്ക് പോയിട്ടോ ഉണ്ടാക്കിയെടുത്ത ഏർണിങ്സിനെ 1-2 ട്രേഡ് സക്സസ് ആയപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത്ര ഈസി ആയിട്ട് പൈസ മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളൊക്കെ ധാരണ. പക്ഷേ ആക്ച്വലി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഈസിയസ്റ്റ് ആയിട്ട് ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കാനും പറ്റും, അതേപോലെ തന്നെ അതിലും ഈസി ആയിട്ട് പൈസ കളയാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ട്രേഡിംഗ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതേപോലെ നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കുക, ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനി എത്ര ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ആ ക്യാപിറ്റലിനെ നൈസായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരാൾക്ക് പോലും യെസ് പറയാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഇത് ഇന്നൊന്നിലും തുടങ്ങിയ പരിപാടിയല്ല ഞാനാണെങ്കിലും. സോ ഇതിലുള്ള ഒറ്റ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള 1 ലക്ഷം ആണെങ്കിലും 10 ലക്ഷം ആണെങ്കിലും 1 CR ആണെങ്കിലും അതിനെ ഒരു പ്രപ്പോർഷണൽ രീതിയിലോട്ട് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്കൊരു ടെക്നിക്കൽ സ്കിൽ എന്തെങ്കിലും ഉണ്ടായാൽ മതി. അത് ഇൻഡിക്കേറ്റേഴ്സ് ആവാം, SMC ആവാം, ICT ആവാം, വാട്ട് എവർ, ഏത് സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുന്നവരും ആവാം. പക്ഷേ അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതോടൊപ്പം നിങ്ങൾക്കൊരു യൂണിഫോം ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രപ്പോർഷണലി പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലോസ് എല്ലാം ഒരു യൂണിഫോം ലെവലിലാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ നിങ്ങളൊരു യൂണിഫോം ലെവലിലാണോ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഓഫ് കോഴ്സ് അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആക്കും.